നമ്മളൊരു ഡേഞ്ചറസ് എക്സ്പെരിമെൻ്റിൻ്റെ നടുവിലാണ്. പക്ഷേ മിക്ക ആളുകൾക്കും അത് അറിയില്ല. ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ടൈം നമ്മളൊരു മെഷീൻ ഉണ്ടാക്കി. ആ മെഷീൻ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നു, നമ്മളെ പ്രിഡിക്റ്റ് ചെയ്യുന്നു, പിന്നെ നമ്മളെ റീറൈറ്റ് ചെയ്യുന്നു. ആൽഗോരിതം നിങ്ങളുടെ ഫോണിലെ കണ്ടന്റ് റെക്കമെൻഡ് ചെയ്യുന്നതല്ല, അത് നിങ്ങളുടെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നു. നിങ്ങൾ ആരോട് സംസാരിക്കുന്നു, ആരെ ഡേറ്റ് ചെയ്യുന്നു, എന്തിനെ വെറുക്കുന്നു, എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, എല്ലാം വളരെ സട്ടിലായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് ഡിവൈഡ്. നിങ്ങളൊരു ഹ്യൂമൻ അല്ല, നിങ്ങളൊരു കാറ്റഗറിയാണ്. ജെൻസി, ജെൻ ആൽഫ, ST, SC, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, മെയിൽ, ഫീമെയിൽ, ലെഫ്റ്റ്, റൈറ്റ്. ഓരോ കാറ്റഗറിക്കും വേറെ റിയാലിറ്റിയാണ്. നിങ്ങൾ കാണുന്ന ലോകം, ഞാൻ കാണുന്ന ലോകം രണ്ടും സെയിം രാജ്യത്തിൻ്റെ ആണെങ്കിൽ പോലും അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഡേറ്റിംഗ് ആപ്പിൻ്റെ സക്സസ് നിങ്ങൾ ലവ് കണ്ടെത്തുന്നതില്ല, നിങ്ങൾ സ്വൈപ്പ് നിർത്താതെ ഇരിക്കുന്നതിലാണ്. സോഷ്യൽ മീഡിയയുടെ സക്സസ് നിങ്ങൾ ഹാപ്പി ആവുന്നതിലല്ല, നിങ്ങൾ ഒരിക്കലും ലോഗ് ഔട്ട് ചെയ്യാതെ ഇരിക്കാനാണ്. അപ്പോൾ സ്ലോലി എന്താ സംഭവിക്കുന്നത്? റിയൽ ഫ്രണ്ട്ഷിപ്പ് സ്ക്രീനിലായി, റിയൽ കോൺവെർസേഷൻ കോമൻസിലായി, റിയൽ റിലേഷൻഷിപ്സ് നോട്ടിഫിക്കേഷനിൽ തൊട്ട് തോൽക്കുന്നു. അമേരിക്കയിൽ ഇന്ന് ഏകദേശം 63 മില്യൺ ഹൗസ് ഹോൾഡ്സിൽ ഡോഗ് വളർത്തുന്നു. ഹ്യൂമൻ ചൈൽഡ് ഉള്ള ഹൗസ് ഹോൾഡ്സ് അതിനേക്കാട്ടിലും കുറവാണ്. ഇതൊരു സിവിലൈസേഷൻ്റെ സിഗ്നലാണ്. ഹിസ്റ്ററിയിൽ ആദ്യമായി നമ്മൾ ടെക്നോളജി ക്രിയേറ്റ് ചെയ്തു, പിന്നെ ടെക്നോളജി നമ്മളുടെ ഇൻസ്റ്റിങ്ക്റ്റ് തന്നെ റീഡിസൈൻ ചെയ്യാൻ തുടങ്ങി. ഒരു ആപ്പും നിങ്ങളെ ഡെസ്ട്രോയ് ചെയ്യില്ല, പക്ഷേ 1000 സ്മോൾ നഡ്ജസ്, 1000 നോട്ടിഫിക്കേഷൻ, 1000 റെക്കമെൻഡേഷൻസ്, അതൊക്കെ കൂടെ ചേരുമ്പോൾ ഒരു ജനറേഷൻ്റെ ബിഹേവിയർ മാറ്റാൻ മതി. അപ്പോൾ ഒരു ചോദ്യം, നിങ്ങളാണോ ഡിസിഷൻ എടുക്കുന്നത്, അതോ ഡിസിഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി ഓപ്റ്റിമൈസ് ചെയ്തോ? തിങ്ക് അബൌട്ട് ഇറ്റ്. ബൈ ഫോർ നൗ.